ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, സ്വീറ്റ് കോൺ, ക്യാപ്സിക്കം, പനീർ, സീലറി അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, റെഡ് ചില്ലി ഫ്ലേക്സ്, ഇറ്റാലിയൻ ഹെർബ്സ്, ക്രീം, നാരങ്ങ നീര്, ഉപ്പ്, ചീസ്, കുരുമുളക്. ഇത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 ടേബിൾ സ്പൂൺ ബട്ടറിൻ്റെ പകുതി ഇതിലേക്ക് ഇടുക. ഉരുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് വഴറ്റുക. ഇത് 3 ഉരുളക്കിഴങ്ങാണ്. ഒരു ചെറിയ ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് പകുതി വേവിച്ച ശേഷം ചെയ്യുന്നത് കാരണം അധികം സമയമെടുക്കില്ല. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ സോട്ടേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രൗൺ നിറമാവും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊരുമാതിരി ആവാറായി. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ബാക്കിയുള്ള വെണ്ണയും ഇട്ടതിന് ശേഷം വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, സവാള ഒരു മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം 1 ടേബിൾ സ്പൂണോളം, ഇത് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് സ്വീറ്റ് കോൺ ബ്ലാഞ്ച് ചെയ്ത് ക്രഷ് ചെയ്ത സ്വീറ്റ് കോൺ 1 കപ്പോളം ഇട്ട് കൊടുക്കും. ക്യാപ്സിക്കം അരിഞ്ഞത് കിട്ടുമെങ്കിൽ 3 കളർ ക്യാപ്സിക്കവും ഇടാം. ഒരു മുഴുക്കിയ ക്യാപ്സിക്കമാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഒന്ന് സോട്ടേ ചെയ്തതിന് ശേഷം ഗ്രേറ്റഡ് പനീർ ഇട്ട് കൊടുക്കുക. 180 ഗ്രാം ഗ്രേറ്റഡ് പനീർ. ഒരു തണ്ട് സീലറി അരിഞ്ഞതാണിത്.
1/2 കപ്പോളം മല്ലിയില, മല്ലിയില സീലറി എല്ലാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണോളം. ഇത് ഇറ്റാലിയൻ ഹെർബ്സ് ആണ്. ഒറിഗാനോ, ബേസിൽ, തൈം. അതിനിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ക്രീം ഇട്ട് കൊടുക്കുക. ക്രീം ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്യുക. അര ടീസ്പൂൺ നാരങ്ങാനീര്, ഉപ്പ് ആവശ്യത്തിന്. പൊട്ടാറ്റോൻ്റെ ഇടയ്ക്ക് ചെയ്യാനുള്ള മിശ്രിതം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്ത് മൈക്രോവേവിൽ 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിൽ വെണ്ണ തടവി നല്ലപോലെ ഗ്രീസ് ചെയ്യുക. ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് സ്പ്രിങ്കിൾ ചെയ്യുക. ഒരു പൊട്ടാറ്റോയിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് സ്റ്റഫിങ്ങിനുള്ള മിശ്രിതം ഇട്ട് ഈ മിശ്രിതത്തിനെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പൊട്ടാറ്റോ ലെയർ ഇട്ട് കൊടുക്കുക. ബൗളിൻ്റെ 4 വശത്ത്. നടുവിലായി ചീസ് ചുരണ്ടിയത് ഇട്ട് കൊടുക്കുക. നടുക്ക് മാത്രം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ബേക്ക് ചെയ്യുമ്പോൾ ചീസ് മെൽറ്റ് ചെയ്യുമ്പോൾ സൈഡിൽ വരുമ്പോൾ അൺമോൾഡ് ചെയ്യാൻ വിഷമമായിരിക്കും. ഇതിനുശേഷം വീണ്ടും ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഫില്ലിംഗ് ഇട്ടതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്യുക. വീണ്ടും ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ചീസ് നടുക്കിട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക.
നല്ലപോലെ പ്രസ് ചെയ്തു. അവസാനമായി ഇത് പൊട്ടറ്റോ ലെയർ മുഴുക്കെ കവർ ചെയ്യുന്ന വിധം ഇട്ട് കൊടുക്കുക. മുകളിൽ കുറച്ച് ചീസ് ഇട്ടിട്ട് ഒരു നുള്ള ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഇട്ടതിന് ശേഷം മൈക്രോവേവിൽ 2 മുതൽ 3 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഏകദേശം ഇപ്പോൾ 2 മിനിറ്റായി. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മൈക്രോവേവിൽ നിന്ന് എടുക്കാം. ചീസ് മെൽറ്റ് ചെയ്ത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് അൺമോൾഡ് ചെയ്യാം. ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡ് പീസസ് ഫ്രൈ ചെയ്ത ബ്രെഡ്, ടൊമാറ്റോ ഫ്ലവർ, സ്പ്രിംഗ് ഒനിയൻ, ഫ്രഷ്ലി ഗ്രൗണ്ട് പെപ്പർ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പെപ്പറിൻ്റെ ഡിഷ് നമ്മളുടേത് റെഡി ആയി കഴിഞ്ഞു. നല്ല രുചിയും എരിവും ഉള്ള ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണിത്. ഇതൊരു കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി രുചി ആസ്വദിക്കും.